ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കക്കട്സ് അതേപോലെ മുള്ളുചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മൾ വളർത്തിയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വളർച്ചയും അതേപോലെ അതിനെങ്ങനെയൊക്കെ കെയർ ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഏതൊരു പോട്ടിൽ വയ്ക്കാമെന്നുള്ളതാണ്. ചെറിയ പോട്ടുകളൊക്കെ മതി ഈ പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം പ്ലാന്റുകൾ പല ആകൃതിയിലും അതേപോലെ പല വലുപ്പത്തിലൊക്കെ വളർന്നു വരുന്ന പ്ലാന്റുകളുണ്ട്. നല്ല രീതിയിൽ ഈർപ്പം അത്യാവശ്യമുള്ള ചെടി തന്നെയാണ്. എന്നാലും നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ മുള്ളുചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ ചെടി നടാൻ വേണ്ടി നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണൽ, കുറച്ച് ചാണകപ്പൊടിയാണ്. ഈ ഒരു പോട്ടി മിക്സാണ് ഈ ചെടികളൊക്കെ നമ്മൾ നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പം ഇതൊരു ബോൾ ഷേപ്പിലുള്ള കക്കട്സാണ്. ഇതിന് തന്നെ മുകളിലേക്ക് വളർന്നു വരുന്ന മറ്റൊരു വെറൈറ്റി. അങ്ങനെ കുറച്ച് വെറൈറ്റികളാണ് ഈ നട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ. എല്ലാത്തിനും നമ്മൾ ഈ മുള്ള് കാണുന്നുണ്ട്. അതൊരു ഭംഗി കൂടിയാണ് ഈ ചെടികൾക്ക്. അതേപോലെ മറ്റൊരു വെറൈറ്റിയാണിത്. ഇത് മുകളിലേക്ക് വളർന്നു വരുന്ന നല്ല വലുപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്നതൊക്കെ നമ്മളൊരു ഫ്ലവർ ഷോയ്ക്ക് പോയ സമയത്ത് കണ്ട ചെടികളാണ്. ഇത്തരത്തിൽ വലിയ ചെടികളായി മാറുന്ന ചെടികൾ തന്നെയാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് കുറേ കാലം കഴിയുന്ന സമയത്ത് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവും, നല്ല വലിപ്പം വയ്ക്കുകയും ചെയ്യും. അതേപോലെ മുകളിലേക്ക് കുറേ ശാഖകളായിട്ട് വളർന്നു വരികയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതേപോലെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഈ പ്ലാന്റുകൾ വയ്ക്കാറുണ്ട്. ഹാങ്ങിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് തൂങ്ങി വരുന്ന ടൈപ്പ് ചെടികളും ഇത്തരത്തിലുണ്ട്. ഇത് പ്യുവറായിട്ട് മുള്ളു ചെടിയാണ്. നല്ല നിറയെ മുള്ള് തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിന് മുകളിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുള്ള് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കെയർ ചെയ്യേണ്ട ചെടികളാണ്. ഇതിൽ തന്നെ നമുക്ക് കുറഞ്ഞ മുള്ളുകളുള്ളതും അതേപോലെ ബുഷിയായിട്ട് വളരുന്ന ഒക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. അത് കറ്റാർ വാഴയാണെന്ന് പെട്ടെന്ന് തോന്നിക്കെങ്കിലും അത്തരത്തിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ബോൾ ഷേപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നിറയെ തൈകൾ അതേപോലെ വളർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടർത്തി മാറ്റി നട്ടുകൊടുത്താൽ നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്ന പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കക്കട്സ് മുള്ളു ചെടി ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.